പ്രിയ മാഷ്, റഫീഖ, എൻ്റെ സുഹൃത്തുക്കൾ കൂടിയാണ് അവർ. അപ്പോൾ നമുക്ക് ഈ ഡിസ്കഷൻ കുറച്ചുകൂടി കൂടുതൽ രസകരമാക്കാം എന്ന് തോന്നുന്നു. കാരണം അതിൻ്റെ വിഷയം എന്ന് പറയുന്നത് കവിത ചേക്കേറുന്ന പുതിയ മരങ്ങൾ. ഭയങ്കര പോയറ്റിക്കായിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അപ്പോൾ ചർച്ചയും നമുക്ക് ആ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നോക്കാം. കൽപ്പറ്റ മാഷ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കവിതയിലേക്ക് വരുന്നത് ബഷീറിൻ്റെയും മേതിലിൻ്റെയും സക്കറിയുടെയൊക്കെ വാക്യങ്ങൾ അനുഭവിച്ചാണ്. ആ വാക്യങ്ങളാണ് കൽപ്പറ്റ മാഷിൻ്റെ കവിതയിലേക്ക് വീഴ്ത്തിയിട്ടുള്ളത്. റഫീഖ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം കവിതയിലേക്ക് എത്തിയിട്ടുള്ളത് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കേട്ടുകൊണ്ടാണ്. രണ്ടുപേരും വളരെ വ്യത്യസ്തമായ രണ്ട് വഴികളിലൂടെയാണ് കവിതയിൽ എത്തപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അവരുടെ കവിതകൾ വിഭിന്നമായിരിക്കാം എന്ന് നമ്മൾ കരുതുന്നുണ്ടെങ്കിലും വളരെ സൂക്ഷ്മമായിട്ട് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ ഏതൊക്കെയോ ഇടങ്ങളിൽ ഒരുപാട് സാമ്യതകളും നമുക്ക് കാണാം. നമ്മളിവിടെ ഇനി വിഷയത്തിലേക്ക് വരാം. കവിത ചേക്കേറുന്ന പുതിയ മരങ്ങൾ. എന്തായിരിക്കും ഈ പുതിയ മരങ്ങൾ? കവിത ചേക്കേറാൻ ഒരുങ്ങുന്ന മാഷ്ടെയും കൽപ്പറ്റ മാഷ്ടെയും റഫീഖ് അഹമ്മദിൻ്റെയും കവിതകളിൽ ആ കവിത ഇതുവരെ എഴുതപ്പെട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഏതൊക്കെ പുതിയ മരങ്ങളിൽ ചേക്കേറപ്പെടാൻ സാധ്യതയുണ്ട്? ഈ മരങ്ങൾ എന്തു തരത്തിലുള്ള മരങ്ങളായിരിക്കും? ഒരുപാട് ശാഖകളുള്ള വലിയ മരമായിരിക്കുമോ? അതോ ഇപ്പോൾ വളരെ എളുപ്പത്തിൽ കായ്ക്കുന്ന കൊച്ചു മരങ്ങളായിരിക്കുമോ? ഉയരമൊന്നും അധികമില്ലാത്ത മരങ്ങളായിരിക്കുമോ? അതോ ശാഖകളൊന്നുമില്ലാത്ത ഒറ്റത്തടിയിൽ നിൽക്കുന്ന മരമായിരിക്കുമോ? നമുക്ക് മാഷിൽ നിന്നും തുടങ്ങാം. പുതിയ മരം അല്ലെങ്കിൽ പുതിയ കവിതയുടെ ശരീരം മാഷ് എങ്ങനെയാണ് ഇനി നോക്കിക്കാണാൻ പോകുന്നത്? കാരണം നമ്മുടെ ഒരു കാലപരിസ്ഥിതി വളരെ വ്യത്യസ്തമാണ്. പുതിയൊരു കാലമാണ്. പുതിയ കാലം പല രീതിയിലും നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ ആ കാലത്തിരുന്നുകൊണ്ട് പുതിയ കവിതയെ അല്ലെങ്കിൽ പുതിയ മരത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം ചെസ്ലോ മിലോഷിൻ്റെ ലൂമിനസ് തിങ്സ് എന്ന് പറയുന്ന ഒരു കളക്ഷൻ. ഈ കളക്ഷൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ BC 2ാം നൂറ്റാണ്ടിലൊക്കെയുള്ള കവിതകൾ തുടങ്ങി ഏറ്റവും പുതിയ കവിതകൾ വരെ അതിൽ കളക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചൈനയിലെ പഴയ കവികൾ, ഗ്രീസിലെ പഴയ കവികൾ, ഏറ്റവും പുതിയ കവികൾ ഒക്കെ ഉണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ എന്നെ ഒരുപോലെ പ്രചോദിപ്പിക്കുന്നുണ്ടല്ലോ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതിയത് ഇന്നത്തെ ആവശ്യത്തെ ഏതോ വിധത്തിൽ നിറവേറ്റുന്നതായി മാറുന്നുണ്ടല്ലോ. ഏറ്റവും പുതിയ കവിത ഒരുപക്ഷെ കാലത്തെ അതിജീവിച്ചതാണ് ഈ പഴയ കവിതകൾ എന്നതുകൊണ്ട് കൂടി അത്രയും പുതിയതാണോ എന്ന സംശയവും എനിക്കുണ്ട്. അതുകൊണ്ട് പഴക്കം പുതുമ എന്നൊക്കെ പറയുന്നത് കവിതയെ സംബന്ധിച്ച് അത്ര ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കവിത എന്ന് പറഞ്ഞാൽ തന്നെ കവിയുന്നത്, ട്രാൻസെൻഡ് ചെയ്യുന്നത് എന്നാവും അർത്ഥം. അങ്ങനെ ഒരു സിഗ്നിഫയറും പല സിഗ്നിഫയേഴ്സും ഉള്ള ഒന്നിനെയാണ് നമ്മൾ കവിത എന്ന് പറയുക. അപ്പോൾ ഇതുള്ള കവിതകൾ എന്നും ഉണ്ടായിരുന്നു. ആ കവിതകളൊക്കെ അവയുടെ പല കാലങ്ങളിൽ, പല ദേശങ്ങളിൽ, പല മനുഷ്യരിൽ, പല അർത്ഥങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഒരു 2000 മുമ്പുള്ള ആളുകളും ഇഷ്ടപ്പെടുന്ന, ഇനിയൊരു 2000 കൊല്ലം കഴിഞ്ഞിട്ടും ആളുകൾ ഇഷ്ടപ്പെടുന്ന കവിതകൾ എഴുതണം എന്നാണ്. പുതിയ കാലം
എന്താണ് എന്ന് അത്ര വ്യക്തമല്ല എനിക്ക്. വളരെ സബ്ജക്റ്റീവാണ് ഈ കാര്യം. അതുകൊണ്ട് ഞാൻ എഴുതുന്ന കവിതകളൊക്കെ ഒരു പക്ഷേ ഏത് കാലത്ത് കേട്ടിരുന്നെങ്കിലും അതിന് വലിയ ന്യൂനതകളൊന്നും ഉണ്ടാവരുതെന്ന് കരുതുന്നു. വീണപ്പോൾ താങ്ങിയ അപരിചിതൻ എന്നെക്കുറിച്ചുള്ള ശങ്ക തീർത്ത് തന്നില്ലേ, ബുദ്ധൻ ചോദിക്കുന്നു. എല്ലാ കാലത്തെയും വീഴ്ചകളും സഹായങ്ങളും ബുദ്ധൻ എന്ന് പറയുന്ന ഒരു അതീത സത്യവും എല്ലാം ഇണങ്ങിയിട്ടുള്ള ഈ വരികൾ BC 200 എഴുതി എന്ന് പറഞ്ഞാലൊന്നും ഒരു വിഷമവുമില്ല. പുതിയ കാലത്തിൻ്റെ മുദ്രകൾ അതിനില്ല, പക്ഷേ സാർവകാലികമായ ഒരു മുദ്ര അതിനുണ്ട്. അങ്ങനെ സാർവകാലികവും സാർവലൗകികവും സർവദേശീയവും ഒക്കെ ആയ കവിതകൾ കൂടിയാണ് എനിക്ക് വ്യക്തിപരമായി ഇഷ്ടം. അത്തരം ചില അനുഭവങ്ങൾ എന്നെ അവിടെ എത്തിക്കുന്നു, ഞാനത് എഴുതുന്നു. അവർക്കൊപ്പം നിന്ന് എനിക്ക് പാകമല്ലാതായി എന്ന് എഴുതുമ്പോൾ അത് ഏത് കാലത്തിനാണ് യോജിക്കാതെ വരിക? ഇങ്ങനെ ഒരു എക്സസീവ് സിഗ്നിഫയർ ആണ് എനിക്ക് കവിത. അപ്പോൾ റഫീഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ഒരു കവിയെ പൊതു വായനാ സമൂഹം കണ്ടെടുക്കപ്പെടുന്നത് വളരെ കുറച്ച് കവിതകളിലൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമാഹാരത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെ എക്സ്പെരിമെൻ്റലായിട്ടുള്ള കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ആരൊന്നും പരാമർശിക്കാറുമില്ല. കാരണം വായനാ സമൂഹത്തിന് റഫീഖ് അഹമ്മദ് എന്നുള്ള ആള് കൊടുക്കേണ്ടത് ഇത്തരം ഒന്നല്ല എന്നൊരു തീരുമാനം കൂടി ചിലപ്പോൾ ഉണ്ടായിരിക്കും വായന സമൂഹം കൽപ്പിക്കുന്നത്. ഇപ്പം റഫീഖയുടെ കവിതയിൽ ഒരുപാട്, ഇപ്പോൾ ആ പശു, ആൾമറ, അതുപോലെ ഒരു മൈക്ക് സെറ്റുകാരനെ കുറിച്ചുള്ള ഒരു കവിത, CIDകളെ കുറിച്ചുള്ള കവിത, ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രദേശത്ത് കൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. പക്ഷെ ആളുകൾ എപ്പോഴും എവിടെ ചെന്നാലും പറയും തോരാമഴ കേൾക്കണം, തോരാമഴ ആണ് എന്നുള്ളത്. അത് വേറൊരു തരത്തിലുള്ള, ഞാൻ ആ കവിതയെ പാടെ തിരസ്കരിക്കുകയല്ല, കാരണം അത് ഇമോഷണലി കണക്ട് ചെയ്യുന്നൊരു സംഗതിയാണ്. പക്ഷെ അതിനപ്പുറത്ത് അദ്ദേഹം വെച്ചു പിടിപ്പിച്ച കവിതയുടെ പുതിയ മരങ്ങൾ ആരും കാണാതെ പോകുന്നുണ്ട്. റഫീഖ് അത് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ്, റഫീഖ് അതിനെക്കുറിച്ച് എങ്ങനെയാണ്, അതിനെ കാണുന്നത് എങ്ങനെയാണ്? ഞാനൊരു വളരെ ചെറിയ ഒരു എഴുത്തുകാരനാണെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അപ്പോൾ വളരെ വലിയ എഴുത്തുകാരനായിട്ടുള്ള തകഴി ഒരിക്കൽ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ തകഴി രണ്ടിടങ്ങഴിയും കയറും ഏണിപ്പടികളും തോട്ടിയുടെ മകനും അങ്ങനെ നിരവധി മഹത്തായിട്ടുള്ള കൃതികൾ എഴുതിയിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അദ്ദേഹം പിന്നെ പറയുകയാണ്, ഈ ചെമ്മീൻ കൊട്ട എൻ്റെ തലേന്ന് നിന്ന് ഇറക്കി കിട്ടിയ തറക്കടില്ലാന്ന്. കാരണം അദ്ദേഹം ചെമ്മീൻ്റെ പേരിൽ മാത്രമാണ് അദ്ദേഹം അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഒന്ന് രണ്ട് കവിതകളിൽ ഇങ്ങനെ ഇപ്പോൾ സിനിമ പാട്ടായതുകൊണ്ട് പിന്നെ അത് അങ്ങനെ സിനിമ പാട്ടായി മാറിയ കവിത ഒന്നുണ്ട്, അതിലിങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ അഭിരുചികളുടെ ചില പ്രശ്നങ്ങളാണ്. കവിതയെക്കുറിച്ച് ഇവിടെ മാഷ് പറഞ്ഞു തന്നെയാണ്. മാഷ് പറഞ്ഞ പോലെ തന്നെ ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് അതിലെത്ര മാത്രം രൂപഭാവ മാറ്റങ്ങളും പരിണാമങ്ങളൊക്കെ വന്നാലും ഭാഷ കൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉയർന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് കവിത ആണ്. അതുകൊണ്ട് ഭാഷ കൊണ്ട് ചെയ്യാവുന്ന നോവൽ എഴുതുകയോ അല്ലെങ്കിൽ കഥ എഴുതുകയോ നാടകം എഴുതുകയോ എന്തു വേണം ചെയ്യാമെങ്കിൽ പോലും ഏറ്റവും ഉയർന്ന രീതിയിലുള്ള ഒരു മേത്തരം ഏർപ്പാടാണ് ഈ കവിത എഴുത്ത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓരോ കാലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള പരീക്ഷണപരമായിട്ടുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. പരീക്ഷണം മാത്രമായിട്ട് ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. കാരണം ഒരു പരീക്ഷണം ഒരു പ്രാവശ്യം ചെയ്താൽ മതിയല്ലോ. അലക്സാണ്ടർ ഫ്ലെമിങ് മറ്റേ പെൻസിലും കണ്ടുപിടിക്കുന്നു, പിന്നെ വീണ്ടും അത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, അതൊരു കഴിഞ്ഞു, പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ പരീക്ഷണം കൊണ്ട് മാത്രം, പരീക്ഷണപരം മാത്രമല്ല കാര്യങ്ങൾ. പിന്നെ പരീക്ഷണങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഉണ്ടായിരിക്കാം. പിന്നെ പെട്ടെന്ന് അതുപോലെ ഒരു നിലനിൽക്കുന്ന ഒരു ഭാഗത്വത്തെ അട്ടിമറിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ശ്രദ്ധയും അതിന് കുറേ സ്വീകാര്യതയൊക്കെ ഉണ്ടാവും.
പക്ഷെ അതിന് എത്രമാത്രം നിലനിൽപ്പ് പിന്നീട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ പണിക്കർ സാറിൻ്റെ തന്നെ പല കവിതകളും നമുക്കറിയാമല്ലോ. കം തകം വാഴ കൊലപാതകം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ആ കാലത്ത് ആളുകളെ പെട്ടെന്നൊന്ന് ഞെട്ടിപ്പിക്കുകയും നിലനിൽക്കുന്ന ഭാവുകത്വത്തിന് ഇളക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊരു മഹനീയമായിട്ടുള്ള കവിതയായിട്ട് പറയാൻ പറ്റില്ല. അദ്ദേഹം അതിനേക്കാളും അത്രയും മികച്ച കവിതകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോൾ പരീക്ഷണങ്ങൾക്ക് പിന്നെ അങ്ങനെയും ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു സാമ്യം, തോരാമഴ റഫീഖ് അഹമ്മദും ആശ്വാസം ഞാനും എഴുതിയിട്ടുണ്ട് എന്നതാണ്. ഏറെക്കുറെ ഒരു പ്രമേയമാണെങ്കിലും എന്തൊരു വ്യത്യസ്തതയാണ് അതിലുള്ളത് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് റഫീഖ് തോരാമഴയും ഞാൻ പെട്ടെന്ന്, വളരെ ചെറിയ കവിതകളാണ് രണ്ടും, ആശ്വാസം ഒന്ന് ചൊല്ലിയാലോ? ആശ്വാസം നല്ല കവിതയാണ് എന്ന അർത്ഥത്തിലൊന്നുമല്ല ചൊല്ലുന്നത്. ആശ്വാസം. അമ്മ മരിച്ചപ്പോൾ ആശ്വാസമായി, ഇനി എനിക്ക് അത്താഴപ്പഷ്ണി കിടക്കാം, ആരും സ്വൈരം കെടുത്തില്ല. ഇനി എനിക്ക് ഉണങ്ങിപ്പാറുന്നത് വരെ തല തുവർത്തണ്ട, ആരും ഇഴവിടർത്തി നോക്കില്ല. ഇനി എനിക്ക് സന്ധ്യാസമയത്ത് പുറത്തിറങ്ങാൻ ടോർച്ചെടുക്കണ്ട, രോമത്തുളകളിലൂടെ ചോരവാർന്ന് ചത്ത അയൽക്കാരനെ ഓർത്ത് ഉറക്കത്തിൽ എണീറ്റിരുന്ന മനസ്സ് ഇന്നലെ ഇല്ലാതായി. ഇനി എനിക്ക് എത്തിയിടത്തുറങ്ങാം, ഞാൻ എത്തിയാൽ മാത്രം കെടുന്ന വിളക്കുള്ള വീട് ഇന്നലെ കെട്ടു. തൻ്റെ കുറ്റം കൊണ്ടാണ് ഞാൻ അനുഭവിക്കുന്നത് അത്രയും എന്ന ഗർഭകാല വേദനകളിൽ നിന്ന് അമ്മ ഇന്നലെ മുക്തയായി. ഒടുവിൽ അമ്മ എന്നെ പെറ്റു തീർന്നു. ശരീരം കൊണ്ടല്ലാതെ, ശരീരവേദന കൊണ്ടല്ലാതെ ദുഃഖം കൊണ്ട് ഇനി ആരും കരയുകയില്ല. രണ്ട് വരി വിട്ടുപോയതൊന്ന് ചേർത്തിട്ട് ഞാൻ നിർത്താം. അപ്പോൾ ആദ്യം ഇതിങ്ങനെയായിരുന്നു, നിങ്ങൾക്കറിയാം, ഇപ്പം കേട്ട് കഴിഞ്ഞു. പിന്നെ ആശ്വാസമായി. പിന്നെ എന്താ വിട്ടുപോയെന്ന് പറഞ്ഞാൽ, ഇനി എനിക്ക് കിണറിൻ്റെ ആൾമറയിലിരുന്ന് ഉറക്കം തൂങ്ങിക്കൊണ്ട് പുസ്തകം വായിക്കാം. പാഞ്ഞെത്തുന്ന ഒരു നിലവിളി എന്നെ ഞെട്ടിച്ചുണർത്തില്ല. അതുകൂടി കൂട്ടത്തിൽ ചേർക്കണം. ഒരുപാട് ആശ്വാസം കെടുത്തിയ ഒരു കവിതയാണ് അത് വായിച്ചിട്ട്. ഒരുപക്ഷെ എങ്ങനെയാണ് ഒരു കവിത ഉണ്ടാവുന്നത് എന്നുള്ളത്, ഒരു നേരെ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് നേരെ വിപരീതമായി പറഞ്ഞുകൊണ്ട് കവിതയുടെ ഒരു ആന്തരികമായ ശക്തി ഇത്രയും വ്യക്തമായിട്ട് വന്നിട്ടുള്ള കവിതകൾ കുറവായിരിക്കും തോന്നുന്നു. വളരെയധികം നമ്മളെ പിടിച്ചു കുലുക്കുന്ന ഒരു കവിതയായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് തോരാമഴ എന്നുള്ള ഈ കവിത തീർത്തും ഒരു വ്യക്തിപരമായിട്ടുള്ള അനുഭവം ഉണ്ടാക്കിയതാണ്. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടായൊരു സംഭവം പിന്നീട് എങ്ങനെ കവിതയായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. തോരാമഴ. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ ഉമ്മ തനിച്ചു പുറത്തു നിന്നു, ഉറ്റവരൊക്കെയും പോയിരുന്നു, മുറ്റമോ ശൂന്യമായി തീർന്നിരുന്നു. വാടകയ്ക്കായെടുത്തുള്ള കസേരകൾ, ഗ്യാസ് ലൈറ്റ്, പായകൾ കൊണ്ടുപോയി. വേലിക്കൽ പണ്ടവൾ നട്ടൊരു ചമ്പകച്ചോടോളം അപ്പോൾ ഇരുട്ടു വന്നു. ചിമ്മിനി കൊച്ചു വിളക്കിൻ്റെ നേരിയ കണ്ണീർ വെളിച്ചം തുടച്ചു നിന്നു. ഉമ്മറ കൽപ്പടിച്ചോട്ടിൽ അവളഴിച്ചിട്ട ചെരിപ്പൊന്നുരുമ്മി നോക്കി. പുള്ളിക്കുറിഞ്ഞ് നിസ്സംഗയായി പിന്നിലെ കല്ലുവെട്ടാങ്കുഴിക്കുള്ളിലേറി. തെക്കേ പുറത്തയക്കോലിൽ അവളുടെ ഇത്തിരി പിഞ്ഞിയ കുഞ്ഞുടുപ്പിൽ ചുറ്റിക്കറങ്ങി നടക്കുന്ന കാറ്റൊന്ന് തട്ടി നോക്കി മരക്കൊമ്പിലേറി. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രിയിൽ
ഉമ്മ പുറത്തു തനിച്ചു നിൽക്കെ പെട്ടെന്നു വന്നു പെരുമഴ. ഉമ്മയോ ചിക്കന്നകത്തു തിരഞ്ഞു ചെന്നു. വില്ലൊടിഞ്ഞെന്ന് ചിണുങ്ങിടാറുള്ളൊരാ പുള്ളിക്കുട ചെന്നെടുത്തു പാഞ്ഞു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. പള്ളിപ്പറമ്പിൽ പുതുതായി കുമിച്ചിട്ട മണ്ണട്ടിമേലെ നിവർത്തി വെച്ചു. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രി തൊട്ട് ഇന്നോളം ആ മഴ തോർന്നുമില്ല. ഉമ്മുക്കുലുസു മരിച്ചെന്നു രാത്രി തൊട്ട് ഇന്നോളം ആ മഴ തോർന്നുമില്ല. വളരെ മാർജിനലൈസ്ഡായി പോകുന്ന ഒരു കലാരൂപമാണ് കവിത ആയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു ആലോചന. പക്ഷെ നിറയെ ആളൊക്കെ ഉണ്ട്. ഈ ആളുകളിൽ എത്ര, അതായത് ഒരു 17 അല്ല 15 22 വയസ്സിനും ഇടയിലുള്ളവരുടെ മെജോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ സംസാരിക്കുന്നത് കവിതയിൽ പുതിയ മരങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഈ കവിത പുതിയ ആളുകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടോ വായന എന്നുള്ളൊരു സാധനം? കാരണം ഫിക്ഷൻ വളരെ ഭയങ്കരമായിട്ട് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കവിത തീർച്ചയായിട്ടും അതൊരു വളരെ മാർജിനലൈസ്, പണ്ടേ അങ്ങനെയാണ്. അതിൻ്റെ വായനക്കാരെന്ന് പറഞ്ഞാൽ വളരെ കുറവായിരുന്നു. പക്ഷെ അത് വളരെ കൂടുതലായിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നില്ല. അതിൻ്റെ ഒരു കാരണം നിങ്ങൾക്ക് രണ്ടുപേരും ആലോചിക്കാവുന്നതാണ്, അതിൻ്റെ ഉത്തരം പറയാവുന്നതാണ്. അതിൽ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ കവികൾക്ക്? അതോ വായന സമൂഹത്തിൻ്റെ ഒരു നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമാണോ? എങ്ങനെയാണ് കാണുന്നത് എന്ന്? കവിത ധാരാളം പേർ എഴുതുന്നുണ്ട്. മുമ്പൊന്നും എഴുതിയിട്ടില്ലാത്ത അത്ര കവിതകൾ എഴുതപ്പെടുന്നുണ്ട്. അതിലൊക്കെ നോക്കുമ്പോൾ 1 2 അസാധാരണങ്ങളായ വരികളും എഴുതപ്പെടുന്നുണ്ട്. അവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, പണ്ടില്ലാത്ത രീതിയിൽ കവിത ഉപയോഗപ്പെടുന്നുണ്ട് ഇന്ന്. ഈ പരസ്യവാചകങ്ങളിലൊക്കെ കവിതയാണ് ഉള്ളത്. An idea can change your life. എന്തൊരു വരി കവിതയാണ് അത്. ഓരോ വാക്ക് ഇപ്പോൾ നമ്മൾ ആവശ്യപ്പെടും, എനിക്ക് ഒരു ടെക്സ്റ്റൈൽ കമ്പനി തുടങ്ങുകയാണ്, അതിനൊരു പേര് വേണം. അപ്പോൾ ഒരാൾ പേര് നിർദ്ദേശിക്കും. അതൊക്കെ പേര് നിർദ്ദേശിക്കുന്നത് ഈ പോയറ്റിക് ഫാക്കൽറ്റിയിൽ നിന്നാണ്. ഇപ്പോൾ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്സ്റ്റൈൽ കമ്പനി, അന്തം വിട്ടുപോയി ഞാനത് കണ്ടിട്ട്. എത്ര മനോഹരമായിരിക്കണമെന്ന് നോക്കുക. ഇതിലെ 2 ആൾ കടന്നു പോകുന്നു, മറ്റേ ആൾക്ക് അയാളെ അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ചോദിക്കും, പച്ച ഉടുപ്പിട്ട ഒരാൾ ഇതിൽ കടന്നുപോയോ? അതാണ് അയാളുടെ അഡ്രസ്സ്. അവിടെ കൊണ്ട് തീരുന്നില്ല. ഈ ഒരു ഇൻക്വസ്റ്റ് നടത്തുക, ഒരാൾ മരിച്ചുപോയി, ഏതാണ് അതിൻ്റെ അടയാളമായിട്ട് അതാണ് അയാളുടെ അഡ്രസ്സ്. ഇന്ന സ്ഥലത്ത് അടിച്ചു എന്നോ അല്ലെങ്കിൽ ബ്രാൻഡ് ഏതാണോ അത് എവിടുന്ന് വാങ്ങിയിരിക്കാം, അതാണ് അയാളുടെ ഒരു അഡ്രസ്സ്. പിന്നെ അഡ്രസ്സിൽ ഡ്രസ്സുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഇങ്ങനെ 4 ഭാഗത്തു നിന്നും അർത്ഥം കൊണ്ട് ചൂഴുന്ന ഒരു വാക്ക് ഒരു ടെക്സ്റ്റൈൽ കമ്പനിക്ക് കൊടുക്കുമ്പോൾ, നമ്മുടെ വസ്ത്രമാണല്ലോ നമ്മളെ അഡ്രസ്സ്, എത്ര ശ്രദ്ധിച്ചിട്ടാണ് പുതിയ കാലം എത്ര നിഷ്കർഷയോടെയാണ് അത് നടത്തുന്നത്. ഈ ഷോപ്പനവർ പറയുന്നുണ്ട്, ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ അതിൻ്റെ അഡ്രസ്സാണ്. നോക്കുക, ഒരു ടെക്സ്റ്റൈൽ കമ്പനി അതിൻ്റെ ടൈറ്റിൽ സ്വീകരിച്ച്, ഇതൊക്കെ പോയറ്റിക് ഫാക്കൽറ്റിയാണ്. അതുകൊണ്ട് പോയട്രി പല വിധത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് പോയട്രിയുടെ പ്രവർത്തനം കുറഞ്ഞിട്ടേയില്ല. കാവ്യരൂപത്തിൽ അത് എത്ര കണ്ട് ഫലപ്രദമാകുന്നു എന്നേ ഉള്ളൂ. അതും എനിക്ക് തോന്നുന്നത് അതിൻ്റെ കുറ്റവാളികൾ എഴുത്തുകാർ മാത്രമല്ല. കാരണം എന്താ, കവിത എന്ന് പറയുന്നത് വായിക്കുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഒരു പ്രോസ് പീസ് വായിക്കുമ്പോഴേ അല്ല റഫീഖ് അഹമ്മദിൻ്റെ ഒരു കവിത വായിക്കുന്നത്. ഞാൻ ആ ഭാഷ ഉപയോഗിച്ച് എൻ്റെ കവിത ക്രിയേറ്റ് ചെയ്യുകയാണ്. ഈ വായനക്കാരൻ്റെ ക്രിയേറ്റീവ് പവറാണ്
ഈ കവിതയെ ആവശ്യപ്പെടുന്നത്. അതൊരു മറ്റൊരു മാധ്യമത്തിനുമില്ല. അതുകൊണ്ട് ആ ഒരു ശേഷിക്കുറവ് സംഭവിച്ചിരിക്കാൻ നമുക്ക് നിരവധിയായ താല്പര്യങ്ങളാണ് പുതിയ കാലത്തുള്ളത്. ഇന്ന് അതിലൊന്നാ കവിത. പണ്ടങ്ങനെയല്ല, ഇതാണ് മുഖ്യമായിട്ടുള്ളത്. എന്നാലും കവിത ചെയ്യുന്നത് നമ്മൾ പല വിധത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. കവിത ചെയ്യുന്നത് ഇപ്പോൾ ട്രോളിങ് ഒക്കെ പരിപാടിയില്ലേ, അതിലൊക്കെ പോയട്രി അല്ലേ വാസ്തവത്തിലുള്ളത്. അപ്പോൾ പോയട്രി ഇങ്ങനെ ഉപയോഗപ്പെടുക. ലോകത്തിൽ പോയട്രി ഇല്ലാതെ പറ്റില്ല, അതിനൊരു മാറ്റവും വരില്ല. പല രൂപത്തിൽ അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. എന്നാലും ഒരു കവിത നിങ്ങളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കണം, നിങ്ങളെ നായാടിക്കൊണ്ടിരിക്കണം, നിരന്തരമായി നിങ്ങളുടെ പുറകെ ഉണ്ടായിരിക്കണം. അത്തരം ഒരു കവിത സാധ്യമാകുമ്പോഴാണ് ഒരു കവിക്ക് അത് തൃപ്തി നൽകുക. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ കവിത ഇപ്പം നമ്മളിപ്പോൾ കവിത എന്നുള്ള രൂപത്തിൽ അച്ചടിച്ചു വരുന്നതിനപ്പുറത്ത് പല വ്യവഹാരങ്ങളിലും ഇപ്പോൾ പരസ്യങ്ങളുടെ കാര്യം ഇവിടെ പറഞ്ഞു. കവിത പല രൂപത്തിൽ തന്നെ നമ്മുടെ ചുറ്റും ഉണ്ട്. ഞാൻ പണ്ട് കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയത്ത് സ്കൂളിലേക്ക് പോകുന്ന വഴിയിൽ ഒരു ആൽത്തറയിൽ ഒരു വൃദ്ധൻ ഇരിക്കുന്നത് എപ്പോഴും കാണാറുണ്ട്. ഒരു ദിവസം അയാൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ഞാൻ ചെറിയ കുട്ടിയാണ്, 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാണ്. എന്നിട്ട് അയാളുടെ പോക്കറ്റിൽ നിന്ന് വളരെ ചുളുങ്ങി മടങ്ങിയിട്ടുള്ളൊരു ഇൻലൻഡ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ ഇതൊന്ന് വായിച്ചതാ, ഇതെന്നോട് മിണ്ടില്ല എന്ന്. അപ്പോൾ ഞാനങ്ങനെ അത് എടുത്ത് വായിച്ചു കൊടുത്തു. വായിച്ചതിൻ്റെ ചുരുക്കം എന്താണെന്ന് വെച്ചാൽ അയാൾ വീട്ടിൽ നിന്ന് പിണങ്ങി വന്നിരിക്കുകയാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അന്നത്തെ കാലത്ത് എനിക്ക് വലിയ ഓർമ്മയില്ല. അങ്ങനെ എന്തോ ഒരു കുടുംബ പ്രശ്നമാണ് അതിനകത്തുള്ളത്. അയാൾ പിണങ്ങി വന്നിരിക്കുകയാണ്, അയാൾ തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള കത്തം മറ്റുമാണ്. പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ അത് ആലോചിച്ചത് അതൊരു കവിതയാണെന്ന് എനിക്ക്. കാരണം ഇതെനിക്ക് വായിക്കാൻ അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗം. എനിക്ക് വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് നീ വായിച്ചതാണ്. അതിന് പകരം ഇത് എന്നോട് മിണ്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം വളരെ ചെറിയ, ഒരുപക്ഷെ നമ്മൾ കവിതയിൽ അച്ചടിച്ചു വന്ന അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട കവിതയിൽ തിരഞ്ഞു നോക്കിയാൽ 1 or 2 അങ്ങനെ കാണുള്ളൂ ഇതിൽ. പക്ഷേ സാധാരണ സംഭാഷണങ്ങളിലും ഒക്കെ നമ്മളറിയാതെ തന്നെ കവിത അങ്ങനെ ഉണ്ട്. കവിത ഇല്ലാതെ, ഈ പറഞ്ഞ പോലെ കവിത ഇല്ലാത്ത വ്യവഹാരങ്ങൾ മനുഷ്യന് എളുപ്പമല്ല. അത് പലതരത്തിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ നമ്മളൊരു മൂർത്ത രൂപത്തിൽ ഒരു കലാസൃഷ്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ സവിശേഷതകളും ഒക്കെ പാലിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എല്ലാം വളരെ അതിസങ്കീർണമായിട്ടുള്ള ജീവിത പരിസരത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക. പൊളിറ്റിക്സ് ആയിക്കോട്ടെ, പൊളിറ്റിക്കലി സമ്മർദ്ദം, ഒരു പൗരൻ എന്നുള്ള രീതിയിലുള്ള നമ്മൾ ആ ഒരു സമ്മർദ്ദം, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഉള്ള സമ്മർദ്ദങ്ങൾ, പിന്നെ ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിലുള്ള. ഇപ്പോൾ നമ്മൾ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരിക ജീവിതം, പിന്നെ ഒരു ബാഹ്യ ജീവിതം, പിന്നെ ഒരു സോഷ്യൽ മീഡിയ ജീവിതം, പിന്നെ ഇനി വരാൻ പോകുന്ന നമ്മളെ കൃത്രിമ ബുദ്ധി കൊണ്ട് നമ്മളെ സഹായിക്കാൻ പോകുന്ന മറ്റൊരു തരത്തിലുള്ള ഇടപെടലുള്ള ജീവിതം. അപ്പോൾ നമ്മുടെ ഈ സങ്കീർണത ഭയങ്കര പെർമ്യൂട്ടേഷൻ എന്നുള്ള ഭയങ്കര അതിൻ്റെ ഒരു സങ്കീർണത കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സങ്കീർണതയെ നമ്മുടെ കവിതകളിൽ അല്ലെങ്കിൽ നമ്മുടെ ആവിഷ്കാരങ്ങളിൽ അതൊക്കെ ആയിരിക്കില്ലേ പുതിയ മരങ്ങളൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. കവിതയിലാവട്ടെ, എന്ത് ഫോം. മാഷ് നേരത്തെ പറഞ്ഞു കവിതയുടെ എന്തിലും കവിതയുണ്ട്. അതിൻ്റെ ഫോം, അതിൻ്റെ രൂപം, അതിൻ്റെ ഘടന എല്ലാം മാറിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു 30 seconds 1 minute കവിതകളെക്കുറിച്ച് ചിലപ്പോൾ ആലോചിക്കേണ്ടി വരും. കാരണം അതായിരിക്കും ഏറ്റവും കൂടുതൽ സംവദിക്കേണ്ടത്. കാരണം എന്തോ ഒരു കാര്യം നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അങ്ങനത്തെ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് തോന്നുന്നു. അങ്ങനെയാണ് അതിനൊരു മാഷ് അതെങ്ങനെയാണ് അതിനൊരു ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കുക? ഒരു കവിത ഒരു 1 dimensional അഫെയർ അല്ല. അത് സംഭവിക്കുന്നത് പല വിധത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമ്മളിൽ പ്രവർത്തിച്ച് ഒരു ഉദ്ഗ്രഥനം അതിന് ഉണ്ടായിത്തീരുമ്പോൾ ആണ്. പല വിധത്തിലുള്ള സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ സമയപ്രഭു എന്ന് പറയുന്ന ഒരു കവിത. അപ്പോൾ അത് എഴുതുന്നു,
അത് ഇത്രയുമാണ് ആ കവിതയുള്ളത്. ഇരുട്ടിൽ ഒരെലി സ്വന്തം കുഞ്ഞിനെ പൂച്ചയെ ചൂണ്ടിക്കാട്ടി പഠിപ്പിക്കുകയാണ്. വലിയ കാഴ്ചശക്തിയാണ്, ഏതിരുട്ടിലും കാണും. വലിയ കേൾവിശക്തിയാണ്, ഒരു രോമം നിലത്ത് വീഴുന്ന ഒച്ച കേട്ടാൽ ആരുടേത് എന്നറിയും. സൗമ്യമൂർത്തിയാണ്, മൃദുവായ കൈപ്പത്തി കൊണ്ടാണ് തിരിച്ചിടുക. ദയാവാരിധിയാണ്, നമുക്ക് പലതവണ ജീവിതം തിരിച്ചു തരും. കാരുണ്യവാരിധിയാണ്, കൊല്ലാൻ മാത്രം, മുറിവേൽപ്പിക്കുകയില്ല. സഹൃദയനാണ്, വാലിൻ്റെ അവസാനത്തെ വളഞ്ഞ് നിവരൽ വരെ ആസ്വദിക്കും. ഒരു തിരക്കുമില്ല, സമയത്തിൻ്റെ പ്രഭുവാണ്. ഇത് എഴുതപ്പെട്ട കാലം അതെന്തർത്ഥമാക്കിയോ അതൊന്നുമല്ല ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സമ്മേളനത്തിൽ ഞാനിത് വായിക്കുകയാണെങ്കിൽ ഉണ്ടാവുക. മറിച്ച് ഒരു പാലിയേറ്റീവ് കെയർ സെൻറ്ററിലാണ് ഞാൻ വായിക്കുന്നത് എങ്കിൽ രോഗം നമ്മളെ ഇട്ട് കുരങ്ങ് കളിപ്പിക്കുന്നതിൻ്റെ കഥയായിട്ടത് മാറും. ഇങ്ങനെ ഭിന്ന സന്ദർഭങ്ങളിൽ ഭിന്ന വ്യവഹാരങ്ങളായി മാറാൻ സാധിക്കുന്ന ഒരു അസാധാരണമായ സംഗതിയാണ് പോയട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഏതിൽ നിന്നാണ് ഇതിന് വേണ്ട ജീവവായു കിട്ടിയത് എന്ന് ചോദിച്ചാൽ, നിലവിലുള്ള ഇവിടെ പറഞ്ഞതുപോലെ അതീവ സങ്കീർണമായ രാഷ്ട്രീയമായി അങ്ങേയറ്റം നമ്മൾ അസ്വതന്ത്രരായ, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിജയമൊക്കെ വല്ലാത്ത പരാജയമാണ് എന്നത് മറക്കരുത്. അങ്ങനെയെല്ലാമുള്ള ഒരു സന്ദർഭത്തിൻ്റെ ഇതെല്ലാം കേൾക്കണം ഒരു കവി. പക്ഷെ പ്രത്യക്ഷത്തിൽ അതിനെ എളുപ്പം വായിക്കാവുന്ന ഒരു വൺ ഡൈമെൻഷണൽ അഫയർ അല്ല അത് സങ്കീർണമായിട്ട് പ്രത്യക്ഷപ്പെടും. അത് കവി വ്യാഖ്യാനിക്കണമെന്നൊന്നുമില്ല, അത് അനുഭവിക്കുന്നവർക്ക് അനുഭൂതിയായി മാറും. ഇന്ന് എൻ്റെ ഒരു കവിത ഒരാൾ ഫേസ്ബുക്കിൽ പിന്നെ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, പ്രത്യേക ഘട്ടത്തിൽ, നമ്മളൊക്കെ കടന്നുപോയ ഒരു പ്രത്യേക ഘട്ടത്തിൽ അതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് എഴുതിയൊരു കവിതയാണ്. പക്ഷെ അത് ഇപ്പോൾ പിന്നീട് ആ ഒരു ഘട്ടം കഴിഞ്ഞു പോയ സമയത്ത് അതിന് വേറെ തരത്തിലുള്ള ഒരർത്ഥം ചിലപ്പോൾ ഉണ്ടായേക്കാം. അത് തൊടൽ എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഏറ്റവും ഗാഠമായി കെട്ടിപ്പുണരേണ്ടതിനായാണ് പാമ്പുകൾ കൈകാലുകൾ പോലും ഉപേക്ഷിച്ചത്. അതിനാൽ തന്നെയാവാം ചിലന്തിക്ക് 8 കാലുകൾ ഉണ്ടായത്. മേഘങ്ങളെ തൊടണമെന്നില്ലായിരുന്നെങ്കിൽ പർവ്വതങ്ങൾ ഒരിക്കലും മണ്ണിൽ നിന്ന് ഉയരുകയില്ലായിരുന്നു. ഭൂമിയെ മഴയായി വന്ന് തൊടാനല്ലെങ്കിൽ പിന്നെ ജലം ഇങ്ങനെ നീറി നീറി നീരാവി ആവേണ്ടതില്ലായിരുന്നല്ലോ. ഒന്നോർത്താൽ എല്ലാം തൊടലാണ്, തൊടൽ മാത്രം. അക്ഷരം കൊണ്ട് വാക്കിനെ, വാക്കുകൊണ്ട് അർത്ഥത്തെ, കണ്ണുകൊണ്ട് കാഴ്ചയെ, മൂക്കുകൊണ്ട് ഗന്ധത്തെ, ഓർമ്മ കൊണ്ട് ജീവിതത്തെ. എന്നിട്ടും നീ നീട്ടിയ കൈ തൊടാതെ ഞാൻ തലകുനിച്ചു. താഴെ കുഞ്ഞു മൂക്കുകൾ മുട്ടിച്ച് അരിച്ചു പോകുന്ന എറുമ്പുകളുടെ നിരക്ക് ഒരു കൊഞ്ഞനം കുത്തലിൻ്റെ ആകൃതിയുണ്ടോ? താഴെ കുഞ്ഞുമൂക്കുകൾ മുട്ടിച്ച് അരിച്ചു പോകുന്ന എറുമ്പുകളുടെ നിരക്ക് ഒരു കൊഞ്ഞനം കുത്തലിൻ്റെ ആകൃതിയുണ്ടോ? ഈ കവിത കോവിഡിൻ്റെ സമയത്ത് സോഷ്യൽ ഡിസ്റ്റൻസൊക്കെ വളരെ പ്രശ്നമായിട്ട് വന്ന ആദ്യ സമയത്ത് ആളുകളെ തൊടുന്നതും അടുത്തു വരുന്നതും ഒക്കെ ഒരു വലിയൊരു സംഭവമായിട്ട് മാറിയിരുന്നു. ആ സമയത്ത് എഴുതിയ കവിതയാണ്. പക്ഷേ ഇന്ന് വേണമെങ്കിൽ അതിനെ വേറെ തരത്തിലും എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ള വ്യക്തി ഈ കോവിഡിൻ്റെ സംഭവം ഒന്നും ഓർത്ത് ചെയ്തിട്ടുള്ളതല്ല. ഈ പറഞ്ഞ പോലെ പലതരത്തിൽ വായിക്കപ്പെടുമ്പോഴാണ് കവിതയ്ക്ക് ഒരു കവിതയായിട്ട് മാറുന്നത് തന്നെയാണ് ഞാനും വിചാരിക്കുന്നത്. ഇപ്പോൾ പഴയ കാഴ്ചപ്പാടായിരിക്കാം. അതിൽ ഏതെങ്കിലും ഒരു പ്രമേയം പറയാൻ വേണ്ടി മാത്രമാണെങ്കിൽ കവിത ഉപയോഗിക്കേണ്ടതില്ല എന്ന് തോന്നാറുണ്ട്. ഒരു പ്രത്യേക ആശയം പറയാൻ വേണ്ടി മാത്രം നമ്മൾ അതിന് കവിത എന്ന് പറയുന്ന ഒരു മാധ്യമം ഇല്ലെങ്കിലും വേറെയും അതിനേക്കാൾ ശക്തമായിട്ടുള്ള മാധ്യമങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് റീൽസും അതുപോലെ തന്നെ
ടിക്ടോക്കൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് അങ്ങനെ പല പല സോഷ്യൽ മീഡിയയിലുള്ള നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് വളരെ ഒരു ആശയം ശക്തമായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ ഇന്ന് പണ്ടൊക്കെ കവിത ഉപയോഗിച്ചിരുന്ന പോലെ ഇന്ന് കവിതയുടെ ആവശ്യമില്ല. കവിത കുറേ കൂടി ആഴങ്ങൾ തേടുന്ന, കുറേ കൂടി സാന്ദ്രവും ഗാഠവുമാവാൻ സൗകര്യമുള്ളൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ രീതിയിലുള്ള ഒരു ഗൗരവബോധം കവിതയോട് ഉണ്ടോ എന്നുള്ളത് മറ്റൊരു ചോദ്യം മാത്രമാണ്. അതിൽ നമ്മൾ വീണ്ടും ഫോമിലേക്ക് വരാൻ തോന്നുന്നു. കാരണം ഇപ്പം റഫീഖയുടെ ഒരു ചോദ്യം, കാരണം സിനിമ ഇൻഡസ്ട്രി ആയിട്ട് കൂടുതൽ ഇടപെടുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ, ഓക്കെ, അദ്ദേഹം പാട്ട് മേഖല നമ്മൾ ഇപ്പോൾ സ്പർശിക്കുന്നില്ല. ഈ സിനിമ എന്നുള്ള, കാരണം സിനിമയുടെ കഥകൾ, സിനിമയുടെ സ്ക്രീൻ പ്ലേ, ഇതൊക്കെ സിനിമ നിരന്തരം കാണുന്നു. ഈ സിനിമ എങ്ങനെയാണ് കവിതയിൽ, സ്വന്തം കവിതയിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ ഫോമോ അതിൻ്റെ ആഖ്യാന രീതിയോ അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വലൈസേഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും കവിതകളുണ്ടോ? അറിയാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചോദിക്കുന്നത്. ഈ വിഷ്വൽസ് എന്ന് പറയുന്നത് പലപ്പോഴും എന്നെ ആകർഷിച്ചിട്ടുള്ളൊരു സംഗതിയാണ്. നമുക്ക് ചിലപ്പോൾ പ്രകൃതിയിൽ നിന്ന് നേരിട്ട് കാണുന്നതിനേക്കാളും സിനിമയിലൂടെ വരുന്ന പല വിഷ്വൽസും ചിലപ്പോൾ ഭ്രമാത്മകമായിട്ടുള്ള പല സംഗതികളും, ഇരുട്ടിനെ ചിത്രീകരിക്കുന്ന, നിലാവിനെ ചിത്രീകരിക്കുന്ന, അങ്ങനെയുള്ള ഒരുപാട് വിഷ്വൽസ്, ഇതൊക്കെ തീർച്ചയായിട്ടും എങ്ങനെ അതിനെ വാക്കുകളിലൂടെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളൊരു ആലോചന നമുക്കുണ്ടാക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു തരത്തിലത് സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള എന്തെങ്കിലും പ്രത്യക്ഷമായിട്ടുള്ള എന്തെങ്കിലും കവിതകൾ ഉണ്ടെങ്കിൽ ഓർമ്മയിൽ വരുന്നത്? അല്ല, മിക്കവാറും കവിതകളിലൊക്കെ തന്നെ ഒരു കാഴ്ചക്കാരനെ പോലെയുള്ള ചില ദൃശ്യങ്ങളിലേക്ക് ഞാൻ പോകാറുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ തന്നെ അതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് ശരിയല്ല. കാഴ്ചയുടെ അനുഭവങ്ങൾ കൂടുതലുള്ളതായിട്ട് വേണമെങ്കിൽ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് അനുഭവിക്കുന്നതിൻ്റെ, കാണുന്നതിൻ്റെ കുറേ കാര്യങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. ഞാൻ കൽപ്പറ്റ മാഷ്, ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കവിതയാണ് അസമയം എന്ന കവിത. കാരണം ഭയങ്കര നമുക്ക് തുടക്കത്തിലൊരു ഹൊറർ എലമെൻ്റ് തോന്നിപ്പിച്ചുകൊണ്ട് ഭയങ്കര പൊളിറ്റിക്കലായിട്ട് ലാൻഡ് ചെയ്യുന്ന ഒരു കവിതയാണ്. വളരെ ചെറിയൊരു കവിത. മാഷക്ക് ആ കവിത ഒന്ന് വായിക്കാൻ പറ്റും? അപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കണം. അസമയം. സന്ധ്യാസമയത്ത് ശ്മശാന വഴിയിലൂടെ മുന്നിലേക്കും പിന്നിലേക്കും മാറി മാറി നോക്കി ഓടുവാൻ പേടിച്ച് നടക്കുകയായിരുന്ന പെൺകുട്ടി മുന്നിൽ സാവകാശത്തിൽ നടക്കുന്ന സമപ്രായക്കാരിയുടെ ഒപ്പമെത്തി ചോദിച്ചു, നിനക്ക് പേടിയില്ലേ ഒറ്റയ്ക്ക് നടക്കാൻ? ഉണ്ടായിരുന്നു, മരിക്കുന്നത് വരെ. അപ്പോൾ അതിന് എൻ്റെ മൊബൈലിൽ ഒരാൾ വ്യാഖ്യാനം എഴുതിയത് എനിക്ക് മനസ്സിലായി, വളരെ സന്തോഷം തോന്നി. മരിച്ചാലല്ലാതെ ഒരു പെൺകുട്ടിക്ക് ഭയം കൂടാതെ നടക്കാനാകാത്ത ഭൂമിയിലാണ് നമ്മൾ എന്നാണ് അതിന് അവർ നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം. അങ്ങനെ ഈ ആശ്വാസത്തിനെ കുറിച്ചൊരു വ്യാഖ്യാനമുണ്ട്. വ്യാഖ്യാതാക്കൾ അങ്ങനെ, അതിനാണ് കവിത വളരെ ഭാവനാത്മകമായി വ്യാഖ്യാനിച്ച് പറയുകയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിൽ നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കരുതലിനെ കുറിച്ചാണ് ആ കവിത എന്നാണ്. അപ്പോൾ ഈ മദർലാൻഡാണല്ലോ ഭാരതം, അമ്മയാണല്ലോ ഇതിലെ വിഷയം. അങ്ങനെ ബന്ധിക്കപ്പെടാവുന്ന വിധത്തിൽ ഒരു വായനക്കാരനിൽ കവിത രൂപം കൊള്ളുകയാണ് ഇതിനെ അവലംബമാക്കി. നിക്കോളോസ് ഗിയാൻ പറയുന്നുണ്ട്, ഒരു കവിത അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഞാൻ ഈ കവിത തിരിച്ചെടുക്കുകയാണ് എന്ന് പറയും പോകുമ്പോൾ. എന്താ അതിൻ്റെ ധർമ്മം കഴിഞ്ഞു. അത് കേൾക്കുന്നത് നിങ്ങൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ്. നിങ്ങളുടെ അനുഭവ പരിസരത്തിൽ വെച്ചിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. അതിനുള്ള കേവലം മാധ്യമമാണ് ഈ കവിത, ഒരു ഉപായമാണ് ഈ കവിത.
നിങ്ങളിൽ കവിത പ്രവർത്തിച്ചു കഴിഞ്ഞു, നിങ്ങളിൽ കവിത രൂപം കൊണ്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അതിന് നിദാനമാണ് ഇത്. അങ്ങനെ ആ വ്യാഖ്യാതാവിന് പ്രവർത്തിക്കാവുന്ന ഒന്നായി. വേറെയും നല്ല രസമുള്ള ഒരുപാട് അഭിപ്രായങ്ങൾ ആ കവിതയെക്കുറിച്ച് വന്നു. ഇപ്പോൾ മലയാള കവിതയിൽ നമ്മൾ പറയും ഈ ബൈനറി ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നുള്ള ഒരു ബൈനറിയിലാണല്ലോ അത് കറുപ്പ് വെളുപ്പ് എന്നുള്ളൊരു സാധനം. ബ്ലാക്കിൽ നിന്നും വെളുപ്പിലേക്ക് അല്ലെങ്കിൽ വെളുപ്പിൽ നിന്ന് കറുപ്പിലേക്കുള്ള ആ ദൂരം ഇങ്ങനെ കറുപ്പാണെങ്കിൽ അതിങ്ങനെ അലിഞ്ഞലിഞ്ഞ് വെള്ളയാകുന്നു. വെളുപ്പാണെങ്കിൽ അതിങ്ങനെ അതിൻ്റെ ഒരു ഡാർക്ക്നെസ് കയറി അത് കറുപ്പാകുന്നു. നമ്മൾ ഒരു മനുഷ്യൻ്റെ മൊത്തം നമ്മൾ വിശകലനം ചെയ്യുന്നത് ഈ ഗ്രേ ഷെയ്ഡിൽ വെച്ചാണ്. ഈ ഗ്രേ ഷെയ്ഡാണ് ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും മതിപ്പിക്കുന്ന ഒരു സ്ഥലം. അത് മലയാള കവിതയിൽ മൊത്തം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ആ ഡാർക്ക് ഷെയ്ഡിനെ ഏറ്റവും കൂടുതൽ അതുമായിട്ട് ഡീൽ ചെയ്തിട്ടുള്ളത് കൽപ്പറ്റ മാഷാണെന്ന് ഞാൻ അങ്ങനെയാണ് അതിനെ കണ്ടെടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ കവിയുടെ ഈ ഡെവിൾസ് വർക്ക്ഷോപ്പിനെ കുറിച്ച് തന്നെ അറിയാൻ ആഗ്രഹമുണ്ട്. ഒരുപക്ഷേ ഈ വാർദ്ധക്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് ഞാൻ തന്നെ ആയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു. യുവാക്കൾക്ക് കൂടുതൽ ഭാരം വഹിക്കാനാകുന്നുണ്ടാകാം, പക്ഷേ വൃദ്ധരോളം അദൃശ്യങ്ങളായ ഭാരങ്ങൾ വഹിക്കാൻ അവർക്ക് ആവുകയില്ല. ഞാൻ ഒരു 72ാമത്തെ വയസ്സിലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ കവിത എഴുതുന്നത്. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു ചെറുപ്പത്തിൽ സാധിക്കേണ്ട ഒരു ജാലവിദ്യ അല്ല ഇത്. വർഷം കഴിയുന്തോറും മെച്ചപ്പെടേണ്ട ഒരു ഭാവുകത്വത്തിൽ നിന്ന് എഴുതപ്പെടേണ്ട ഒന്നാണ് കവിത എന്നാണ്. പലർക്കും 40 വയസ്സാകുമ്പോഴേക്കൊക്കെ കാവ്യകാലം കഴിഞ്ഞു. എനിക്കിങ്ങനെ ആരംഭിക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ. അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഇനിയായിരിക്കും എൻ്റെ നല്ല കവിതകൾ വരിക എന്നതാണ്. ഇത്രയും കാലത്തിൻ്റെ ബലമാണ് എഴുതുന്നത്. മറ്റുള്ളവർ 20 വയസ്സിലോ 30 വയസ്സിലോ ആണെങ്കിൽ ഞാൻ എഴുതുന്നത് 70 വയസ്സ് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് ഈ 72ാമത്തെ വയസ്സിൽ എഴുതിയ കവിതയിൽ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നോട്. 72 വയസ്സാവും, ഭക്ഷണം കഴിക്കാനിരിക്കുക ഞാൻ, പിറന്നാളിന് ഭക്ഷണം കഴിക്കാനിരിക്കുക. അപ്പം ഞാൻ എന്നോട് ചോദിക്കുന്നുണ്ട്, എങ്ങനെ ഇവിടെ എത്തി? നീന്തിക്കയറിയ പുഴയിൽ ചുഴികളില്ലായിരുന്നു? ഉറങ്ങിയ വീടുകളുടെ പിന്നിൽ വീഴാറായ മരങ്ങളുണ്ടായിരുന്നില്ലേ? ബസ്സിൽ നിരത്തിൽ മനുഷ്യരോടിക്കുന്ന വാഹനങ്ങളുണ്ടായിരുന്നില്ലേ? പകർച്ചവ്യാധികൾക്ക് എല്ലാ തവണയും വീട് തെറ്റുമോ? ഭൂകമ്പവും വെള്ളപ്പൊക്കവും ആരോ ഒരാൾ ഞാൻ വരുന്ന വഴിയിൽ നിന്ന് മാറ്റി നിർത്തിയോ? ആരും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ഇവിടെ എത്തും എന്ന്. ഞാൻ പോകുന്നത് വരെ കണ്ണു മറയാതെ നോക്കിയിരുന്ന അമ്മ പോലും ഇവിടെ ഞാൻ എത്തുമെന്ന് വിചാരിച്ചിരുന്നില്ല. അമ്മ തന്ന ചോറ് തീർന്നിട്ട് എത്രയോ കാലമായി. ഇങ്ങനെ പോണു ആ കവിത. ഇനി നമുക്ക് ഇൻറ്ററാക്ഷൻ മോഡിലേക്ക് പോകാം. ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ ഒരു അഭ്യർത്ഥന ഉണ്ട്, ചോദ്യങ്ങൾ മാത്രം ചോദിക്കുക. കാരണം ഒരു വളച്ചുകെട്ടലിൻ്റെ ആവശ്യമില്ല. കാരണം അപ്പോൾ കുറേ പേർക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ കുറച്ചുകൂടി നമുക്ക് ഉഷാറാക്കാം. അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ചർച്ച, പുതിയ കവിതയുടെ മരത്തിന്, കവിത ചേക്കേറുന്ന പുതിയ മരത്തിന് എന്ത് ഗുണമാണ് എന്ത് ദോഷമാണ് ചെയ്യുക എന്നാണ് തോന്നുന്നത്. ആർക്കായാലും ഉത്തരം പറയാമെന്നുള്ളൂ. ഒന്ന് പറയൂ. ഈ മരം ഒരു മെറ്റഫറാണല്ലോ അല്ലേ? ഈ ചേക്കേറുന്ന പക്ഷികളും ഒരു മെറ്റഫറാണ്. എല്ലാ മരങ്ങളിലും ചേക്കേറാറില്ല. അപ്പോൾ ചില മരങ്ങളിൽ ആവർത്തിച്ച് ചേക്കേറാറും ഉണ്ട് ചില പക്ഷികൾ. എന്നാലും ഈ മെറ്റഫറിൻ്റെ ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ
അതൊരു സ്ഥിരവാസ സ്ഥലമല്ല എന്നതാണ്. എഴുത്തച്ഛനൊക്കെ പറയും പോലെ വന്നുകൂടി പിന്നെ പിരിഞ്ഞു പോകുന്ന ഒരിടം ആണ് എന്ന് പറഞ്ഞാൽ ഒരു ദാർശനിക സൂക്ഷ്മത ഏറ്റവും പുതിയ കവികളിൽ കുറഞ്ഞൊന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ധാരാളമായിട്ട് എഴുതുന്നുണ്ട്, അവർ പ്രയാസപ്പെടുത്തുന്ന കവിതകൾ രചിക്കുന്നുണ്ട്. പക്ഷേ വിഷൻ എന്ന് പറയുന്ന ഒന്ന് പഴയതുപോലെ ഇടശ്ശേരിയിലോ വൈലോപ്പിള്ളിയിലോ ആശാനിലോ ഉള്ളതുപോലെ, അക്കിത്തത്തിലോ ഉളപ്പമണ്ണയിലോ ആറ്റൂർ രവിവർമ്മയിലോ ഉള്ളതുപോലെ ഏറ്റവും പുതിയ കവികളിൽ കാണാനുണ്ടോ? അല്ലെങ്കിൽ അത് അപൂർവ കാര്യമല്ലേ? അത് കുറച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയപ്പെടുമോ? അങ്ങനെയൊക്കെ ആകാം. അപ്പോൾ അതാണ് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഈ പുതിയ മരങ്ങളിൽ ചേക്കേറി അടുത്ത ദിവസം അവിടെ ഇരിക്കാതാകുന്ന ഒരു തരം ഇരിപ്പുകളായി കവിത മാറുന്നുണ്ടോ എന്ന സന്ദേഹമുണ്ട് എനിക്ക്. വിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏകകാര്യം അഥവാ ബഹുത്തമാം ഏകഹേതു ബഹു കാര്യകാരിയാം എന്നും. അതുപോലെ നിത്യം കടലെടുത്തിടും ജന്മത്തിൻ്റെ തുരുത്തിൽ ഞാൻ എന്നും. പറന്നിട്ടും പറന്നിട്ടും കൊമ്പത്തെത്താത്ത കാക്കകൾ കൂരിരുട്ടത്ത് വീഴവേ എന്നും ഒക്കെ എഴുതുമ്പോൾ അതിൻ്റെ പിന്നിലൊരു വലിയ ആലോചനയുടേതല്ല, വിഷൻ്റെ ശക്തിയുണ്ട്. അത് സാധ്യമാകുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കണം. അത്രയേ ഉള്ളൂ. ഇല്ല എന്നോ ഉണ്ട് എന്നോ ഒന്നുമല്ല. നമസ്കാരം. എൻ്റെ ചോദ്യം കൽപ്പന നാരായണ മാഷോടാണ്. മാഷയുടെ ഒരു 2 വരി പറഞ്ഞുകൊണ്ട് ചോദ്യത്തിലേക്ക് എടുക്കുകയാണ്. നിഴൽ പിടിച്ചു നിർത്തുന്ന ഈ രാക്ഷസിയെ ചുമരിൽ തറച്ചതെന്ത്? അവളിൽ ആണിനും പെണ്ണിനും ഒരേ ഭ്രമം, അവളിൽ കള്ളനും പോലീസിനും ഒരേ തഞ്ചം. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇന്ന് ഗദ്യ കവിതകൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗദ്യ കവിതകൾ ഇറങ്ങുമ്പോൾ കാവ്യത്തിൻ്റെ സ്വാഭാവിക ഘടനയെ അത് ബാധിക്കുന്നുണ്ടോ? ഞാൻ ഇത് ചോദിക്കാനുള്ള ഒരു കാരണം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഞാനൊരു കവിത സംഗീതം ചിട്ടപ്പെടുത്തി ഒരു ഗായകൻ ആലപിക്കുമ്പോൾ അവരെന്നോട് പറഞ്ഞു വൃത്തത്തിൽ എഴുതിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മാഷേ, ഒരു ഗായകൻ അധ്യാപകൻ കൂടിയാണ്, ഞാൻ ചോദിച്ചു മാഷേ സിനിമകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു ഒന്നുമില്ല, പക്ഷേ അത് സംഗീതം ചിട്ടപ്പെടുത്തുന്ന ആൾക്കാർക്ക് വളരെ എളുപ്പമായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഗദ്യ കവിതകളുടെ സ്വാധീനമാണോ നമ്മൾ വൃത്തമൊക്കെ നഷ്ടമാക്കിയതെന്ന് മാഷ് തോന്നുന്നത് എനിക്കൊരു അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് നിങ്ങൾക്ക് വൃത്തത്തിൽ എഴുതാനാണ് കൂടുതൽ സ്വാതന്ത്ര്യവും ശേഷിയുമെങ്കിൽ നിങ്ങൾ വൃത്തത്തിൽ എഴുതുക. വൃത്തമുക്തമായ ഭാഷയിലാണ് എഴുതാൻ ശേഷിയെങ്കിൽ അതിൽ എഴുതുക. ഇത് മാത്രമേ അത് സംബന്ധിച്ചുള്ളൂ. പറയാനുള്ള ഒരു കാര്യം, പദ്യവും ഗദ്യവും കവിതയല്ല എന്നതാണ്. കവിത മറ്റൊരു മാധ്യമമാണ്. അത് പിന്നെ പദ്യമല്ല, അത് പിന്നെ ഗദ്യവും അല്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ 1 സിഗ്നിഫയർ ആൻഡ് മെനി സിഗ്നിഫൈഡ്സ്. പിന്നെ വിട്ടയക്കുക കൂട്ടിൽ നിന്ന് തന്നെ ഞാൻ ഒട്ടുവാനിൽ പറന്നു നടക്കട്ടെ എന്ന വരി അക്കിത്തത്തിൻ്റെ, ബാലമണിയമ്മയുടെ വരിയാണ്. അക്കിത്തത്തിൻ്റെ മകളുടെ മകൾ ചൊല്ലുന്നത് കേട്ട് അദ്ദേഹം പൊട്ടിക്കരയുന്നുണ്ട്. അത് എവിടെയെല്ലാം ചെന്നെത്തി എന്ന് നോക്കണം. ഏതെല്ലാം അസ്വാതന്ത്ര്യങ്ങളിൽ പ്രവർത്തിച്ചു എന്ന് നോക്കണം. ആ പ്രവർത്തനമാണ് കവിതയുടെ ലക്ഷണം. അല്ലാതെ അത് വൃത്തത്തിൽ എഴുതിയിരിക്കുന്നോ, അത് വൃത്തത്തിൽ അല്ലാതെ എഴുതിയിരിക്കുന്നോ, അത് നിങ്ങളെ ഹോണ്ട് ചെയ്യുന്നില്ലേ, വിടാതെ പിന്തുടരുന്നില്ലേ, അത് നിങ്ങളുടെ ഭാവനയ്ക്ക് കൊടുക്കാവുന്ന ഒരു രൂപമായി മാറുന്നില്ലേ, എങ്കിലൊക്കെ അത് കവിതയാണ്. അത് വൃത്തമോ വൃത്തമല്ലാത്തതോ എന്നതൊക്കെ അസംബന്ധമായ കാര്യങ്ങളാണ്. ഗദ്യവും കവിതയല്ല, പദ്യവും കവിതയല്ല. കാരണം ഗദ്യത്തിനും പദ്യത്തിനും ഒരു സിഗ്നിഫയറും ഒരു സിഗ്നിഫൈഡുമാണ് ഉള്ളത്. കവിതയ്ക്കാകട്ടെ ഒരു സിഗ്നിഫയറും പല സിഗ്നിഫൈഡ്സുമാണ് ഉള്ളത്. നമസ്കാരം. കവിതയ്ക്ക് ചേക്കാറാൻ ചില മരങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഇപ്പം കവിത ചേക്കേറിയിരിക്കുന്ന മരങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്നുള്ള ഒരു സംശയം ഇത് കണ്ടപ്പോൾ തോന്നി. അപ്പോൾ അതായത്
ചില ധാരണ കവിത ഇന്ന രീതിയിനകത്തേക്കേ പാടുള്ളൂ, ഇന്ന ആൾക്കാർക്ക് മാത്രമേ പാടുള്ളൂ എന്നുള്ള ചില ധാരണകൾ, ആ ധാരണയെ തിരുത്തിക്കൊണ്ട് എല്ലാവരും കവിത എഴുതുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, അല്ലെങ്കിൽ കൂടുതൽ പേരും കവിത എഴുതുന്ന കാലഘട്ടത്തിലേക്ക്, അത് എന്തും കവിതയാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോൾ ഉള്ള കവിതയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. ധാരാളം കവിതകൾ എഴുതുകയല്ലേ, അതെങ്ങനെ നമ്മൾ പറഞ്ഞാൽ അത് സാമാന്യവൽക്കരണമാവും. സാമാന്യവൽക്കരണം അപരാധമാണ്. പല ആളുകൾ പല കവിതകളല്ലേ എഴുതുന്നത്. അതിനെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും മികച്ച കവിതകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പുതിയ എഴുത്തുകാരിൽ നിന്ന് പോലും വന്നുകൊണ്ടിരിക്കുന്നു. ഏറ്റവും പോലും എന്ന് പറയാൻ കാരണം അവർ കൂടുതൽ കൂടുതൽ മികവിലേക്ക് പോയിക്കൊണ്ടിരിക്കും എന്നതിലാണ്. അപ്പോൾ കവിത ധാരാളമായിട്ട് എഴുതപ്പെടുന്നുണ്ട്, അതിൽ മികച്ച കവിതകളുമുണ്ട്. ഏത് കാലത്തും അങ്ങനെയൊക്കെ എഴുതപ്പെട്ടിട്ടുള്ളൂ. ആശാൻ്റെ കാലത്ത് ആശാൻ്റെ വ്യാപ്തിയിൽ കവിത എഴുതിയ ആളുകളൊക്കെ ഇല്ലായിരുന്നു. അപ്പോൾ അതെന്നും അങ്ങനെയാണ്, അതെന്നും അങ്ങനെയായിരിക്കും. അപ്പോഴും കവിത സജീവമായ ഒരു ധാരയായി നിലനിൽക്കും. കാരണം എന്താ പറയുക, ഇങ്ങനെ നിത്യമായി നമ്മളെ പ്രചോദിപ്പിക്കുന്ന നിത്യതയുള്ള വരികൾക്കായി നമ്മൾ ദാഹിക്കുന്നുണ്ട് എന്നർത്ഥം. ഈ അനശ്വരമായ വരികൾ എഴുതപ്പെടും ഈ കാലത്തിൻ്റെ കാലുഷ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ വേദനയും ഈ സുഖവും ഒക്കെ കവിതകളായി മാറി വരുംകാലത്തിൻ്റെ അനുഭവങ്ങളായി മാറും, അതിൻ്റെ പ്രതിഫലനങ്ങളായി മാറും. അതുകൊണ്ട് കവിത എഴുതപ്പെട്ടുകൊണ്ടേയിരിക്കും. ചട്ടക്കൂടുകൾ മാറുന്നത് കവിതയ്ക്ക് അത് ഭേദിച്ച് പുറത്തു കിടക്കാൻ തോന്നുന്നത് കൊണ്ടായിരിക്കും. അത് പോരാ ഈ ചട്ടക്കൂട് എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കും. അതും സംഭവിക്കും. അത് ബോധപൂർവവും ബോധപൂർവമല്ലാതെയും സംഭവിക്കും. കവിത കാലാനുസൃതമായി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോഴും കവിതയുടെ ശക്തി പൂർവ്വകാലത്തുള്ളത് വർദ്ധിച്ചു വരികയും ചെയ്യും. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൂള് ഉപയോഗിച്ചാൽ കുറച്ചു കാലം കഴിയുമ്പോൾ അത് പഴകും. പക്ഷേ കവിതയെ സംബന്ധിച്ചിടത്തോളം അത് വായനക്കാരൻ്റെ ഊർജത്താലും അതിനകത്തുള്ള ഊർജത്താലും പുഷ്ടിപ്പെട്ടുകൊണ്ടേയിരിക്കും. 2000 കൊല്ലം മുമ്പുള്ള കവിതയും പുതിയതായിരിക്കും അല്ലേ. ഒരേ പുഴയിൽ നിങ്ങൾക്ക് 2 തവണ കാലുകുത്താനാവുകയില്ല എന്ന ഹെറാക്ലിറ്റസിൻ്റെ വരി ഒന്നാം തരം ഒരു കവിതയാണ്. അത് എപ്പോഴാണ് അപ്രസക്തമാവുക? ഒരിക്കലും അപ്രസക്തമാകാത്ത ഇത്തരം വരികൾ ഈ കാലം ഉപയോഗിച്ച് ചെയ്യണമെന്നാണ് ഓരോ കവിയും വിചാരിക്കുക. ആയില്ലാന്ന് വരും. അതിനാണ് പരിശ്രമം. ഈ ഒരു 2 മാസം മുമ്പേ മാതൃഭൂമിയിൽ റഫീഖ് അഹമ്മദ് എഴുതിയ ഒരു സെക്യൂരിറ്റി എന്നുള്ളൊരു കവിതയുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ ഫിലിം മൊണ്ടേഷ് അതിലുണ്ട്. ആ ചോദ്യം മോഡറേറ്റർ വളരെ പ്രസക്തമാണ്. കാരണം അതിൽ സൂം ഡൗൺ ചെയ്യുന്നുണ്ട് ആ സെക്യൂരിറ്റിയിലേക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാള ചലച്ചിത്ര രംഗത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഫിലിമിൻ്റെ സ്വാധീനം മൊണ്ടേഷായിട്ട് റഫീഖ് അഹമ്മദ് വരുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു ചോദ്യം. അത് എങ്ങനെ വന്നു? ഇല്ല, എനിക്കും ഈ കവിത വളരെ ഇഷ്ടമായിട്ടുള്ളൊരു കവിതയാണ്. ചോദിച്ചത് ഒന്നാം തരം ചോദ്യം. സാറേ, കൽപ്പറ്റ ഭാഷയോട് ഈ ആശ്വാസം എന്നുള്ള കവിത 1000 വർഷം കഴിഞ്ഞിട്ട് മലയാള കാവ്യചരിത്രം വായിക്കുന്ന ഒരാൾ ക്രിസ്തുവിന് മുമ്പ് എഴുതിയതാണെന്ന് സംശയിക്കില്ല. കാരണം അത് നിത്യ ഹരിതമാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്ന കവിത, അതിൽ ഈ സിനിമയുടെ മൊണ്ടാഷ് പോലെയുള്ള സംഗതികളുടെ സ്വാധീനം ഉണ്ടാവാം. അത് ബോധപൂർവമായിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതല്ല. അത് ഈ പറഞ്ഞ പോലെ അതുമായിട്ട് നിരന്തര സമ്പർക്കം കൊണ്ട് ഒരു പക്ഷേ അങ്ങനെ പണ്ട് VK പറഞ്ഞ പോലെ ഇനി മേലല്ല അങ്ങനെ ഉണ്ടാവാൻ നോക്കാം എന്ന് മാത്രമേ പറയുള്ളൂ. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ പലതരത്തിലുള്ള ഈ പുതിയ കാലം ഈ പറഞ്ഞ പോലെ വിഷ്വൽസിൻ്റെ ഒരു കാലം കൂടിയാണ് നമ്മൾ. അതെല്ലാവരെയും എല്ലാ തരത്തിലും സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അക്ഷരങ്ങളുടെയും വാക്കുകളുടെയും ഒരു ലോകത്ത് നിന്ന് ദൃശ്യങ്ങളുടെ ലോകത്തിലേക്ക് മാറിയിട്ടുണ്ട്. അത് കവിതയിലും അത് വന്നിട്ടുണ്ടാവാം. സെക്യൂരിറ്റി പോലെയുള്ള കവിതയിൽ എനിക്ക് തോന്നുന്നു പല കവിതകളിലും ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിരിക്കും. നാരായണ മാഷോടാണ് ചോദ്യം. കവിത കാലത്തിൻ്റെ കണ്ണാടിയാണ് എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വായനക്കാരെന്ന രീതിയിൽ ആശാൻ്റെ കാലത്തെയും ഒരുപക്ഷെ ശ്രീനാരായണ ഗുരുവൊക്കെ എഴുതിയ ഒരു കാലം, ആ കാലത്തിൻ്റെ കണ്ണാടിയായിട്ട് ആ കവിതകളൊക്കെ മാറിയിട്ടുണ്ട്.
ഒരുപക്ഷെ 100 വർഷങ്ങൾക്ക് ശേഷം കേരളം അതിവേഗം ഒരു നവോത്ഥാന വിരുദ്ധ രീതിയിലേക്ക് മാറുമ്പോൾ കവിത കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നടത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കുമാരനാശാൻ അന്ന് എഴുതിയ കവിതകൾ അന്ന് വായിക്കപ്പെട്ട പോലെ അല്ല ഇന്ന് വായിക്കുന്നത് എന്നതാണ് അതിൻ്റെ ഒരു ഉത്തരം. കാരണം ഇന്നത്തെ കാലത്തെ ജാതി വ്യത്യാസം പല രൂപത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു നാടാണ് നമ്മുടേത്. പല അർത്ഥത്തിൽ ജാതി വ്യത്യാസം വലുതായിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു കാലത്തിനോട് ഇന്നാണ് ഒരുപക്ഷെ കുമാരനാശാൻ്റെ ദുരവസ്ഥയും കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകയും കുമാരനാശാൻ്റെ അതിലും പ്രധാനമായി സീതയും ഒക്കെ കൂടുതൽ പ്രസക്തമായി വരുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്നത് ഇന്നത്തെ പ്രശ്നങ്ങൾ ഇരുന്നു കൊണ്ട് അന്നത്തെ കവിയുടെ ആ കവിതയുടെ പുതിയ രൂപമാണ്. ബോർഹേസ് പറയുന്നത് നിങ്ങൾ ഡോൺ കിക്സോട്ട് അതേപടി പകർത്തി വെച്ചാൽ പോലും അത് പുതിയ ഒരു നോവലായിരിക്കും എന്ന്. അങ്ങനെയാണ് പഴയ കൃതികൾ പുതിയ അർത്ഥങ്ങൾ സംഭരിച്ച് മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഇന്നിപ്പം കുമാരനാശാൻ തന്നെ എഴുതിയാലും മതി. ഇന്ന് കാലം ക്ഷയിച്ചു പോയി എന്നൊന്നും പറയുന്നതിൽ ശരിയല്ല. പോയ കാലത്തെ മികച്ച കവിതകളൊക്കെ നമ്മുടെ സമ്പത്താണ്. ഇന്ന് ആരും കവിത എഴുതിയിട്ടില്ലെങ്കിൽ പോലും അത് നമ്മുടെ അനുഭവത്തിലുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ തിരിച്ചു പോയി വായിക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കുന്നു. ആശാനും ചങ്ങമ്പുഴയും അക്കിത്തവും എല്ലാവരും തന്നെ നമ്മുടെ ആരും എഴുതിയില്ല എന്ന് വെച്ചോളൂ, കവിതയെ എഴുതുന്നില്ല എന്ന് വെച്ചോളൂ, ഇതൊക്കെ ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നു. അത് നമ്മൾ വായിക്കുന്നു. അതുകൊണ്ട് കവിതയ്ക്ക് ഒരു ക്ഷയവുമില്ല. ഒടുവിലാ മഴ തോർന്ന സന്ധ്യതൻ ചില്ലയിൽ ഞാനുമെൻ പ്രയാണവും മാത്രമായി അമ്മയുടെ മൊഴികളിലുടയാതെയുടലെടുത്തടിയാതെ ഒഴുകുന്ന വികാര സീമയുടെ അർത്ഥമെന്ത്? പിഞ്ചിനോടുള്ളൊരു കൊഞ്ചലല്ലേ, മാതൃത്വം എന്നൊരു പ്രണയമല്ലേ. ഇത് ഞാൻ എഴുതിയതാണ്. ഇതുപോലെ പലപ്പോഴും മരങ്ങളിലേക്ക് ചേക്കേറാൻ ആഗ്രഹിക്കുന്ന വള്ളിപ്പടർപ്പുകളായ പുതിയ കുത്തിക്കുറിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് അത് സാധ്യമാകുന്നത്? അതിലേക്കുള്ള ഒരു പാത എന്താണ്? നിരന്തരമായിട്ട് എഴുതുക, നിരന്തരമായി വായിക്കുക, കാണുക, അറിയുക, അനുഭവിക്കുക, അത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനാൽ വേറെ വഴികളൊന്നും ഇല്ലല്ലോ അതിൽ. നമ്മൾ ഇന്ന് മുതലാണ് ലോകം തുടങ്ങിയത് എന്ന് നമ്മൾ വിചാരിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും അങ്ങനെയാണ്. ഇന്നു മുതലല്ല, അതിന് ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നമ്മുടെ കവിതയും ലോകവും ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ അനുസ്യൂതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ പലതരത്തിലുള്ള പ്രവാഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചിലതൊക്കെ അപ്രത്യക്ഷമായിട്ടുണ്ട്, ചിലത് നിലനിന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പറഞ്ഞതിൻ്റെയൊക്കെ ചുരുക്കം തന്നെയാണ്, മാഷൊക്കെ പറഞ്ഞതിൻ്റെ ചുരുക്കമാണ്. ഒരു അനശ്വരമായിട്ടുള്ള ഒരു വരി നമുക്കുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വെല്ലുവിളി ഉള്ളിലെപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്ക് ചിലപ്പോൾ കഴിഞ്ഞില്ല, നമ്മുടെ ആയുസിന് അകത്ത് ചിലപ്പോൾ ഒരിക്കൽ സംഭവിച്ചേക്കാം. ഒരു വരി ലോകത്തിലും ഈ നമുക്കൊക്കെ ശേഷം നിലനിൽക്കുന്ന 1-2 വരികൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്നുള്ള ഒരു തോന്നൽ, ഒരു ആഗ്രഹം ഉണ്ടാവുക എന്നുള്ളതാണ് ഏത് കാലത്തും കവിതയ്ക്ക് പ്രേരകമായിട്ട് നിൽക്കുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി. ഒരു നല്ല കയ്യടിയോടെ നമുക്ക് നമ്മുടെ നന്ദി രേഖപ്പെടുത്താം. ഈ സെഷൻ നമുക്കായി സ്പോൺസർ ചെയ്തത് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ്. അതിൻ്റെ പ്രതിനിധിയായി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറായ പ്രകാശ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.